ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മലയാളം സെൻറ്റൻസസ് ഞാൻ ബോർഡിൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയൊക്കെ എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സെൻറ്റൻസസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ്, നിന്റെ കയ്യിന് എന്ത് പറ്റി? ഇതെങ്ങനെ നമുക്ക് പറയാം. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കൈക്ക് എന്തെങ്കിലുമൊക്കെ കെട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും കെട്ടോ മുറിവോ ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിന്റെ കയ്യിന് എന്ത് പറ്റി, അല്ലെങ്കിൽ നിന്റെ കാലിന് എന്ത് പറ്റി എന്ന് ചോദിക്കാറില്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാം, നിന്റെ കയ്യിന് എന്തു പറ്റി. അപ്പോൾ എന്തു പറ്റി എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു. ഇതെങ്ങനെ നമുക്ക് പറയാം, വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു. What happened to your hand? What happened to your hand? നിന്റെ കയ്യിന് എന്ത് പറ്റി. അപ്പോൾ what happened എന്ത് പറ്റി to your hand, നിന്റെ കൈക്ക്. അപ്പോൾ നിന്റെ കയ്യിന് എന്ത് പറ്റി. ഇനി എന്നോട് ക്ഷമിക്കണം, എനിക്ക് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം, എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം എന്നുള്ളത് നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്, സോറി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ സോറി, ഐ കുഡിൻറ്റ് ബി ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കേട്ടോ. സോറി, ഐ കുഡിൻറ്റ് ബി ഓൺ ടൈം. ഓക്കെ, സോറി ഐ കുഡിൻറ്റ് ബി ഓൺ ടൈം. ഇനി നമുക്ക് വേണമെങ്കിൽ സോറി ഐ കുഡിൻറ്റ് റീച്ച് ഓൺ ടൈം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സോറി ഐ കുഡിൻറ്റ് ബി ഓൺ ടൈം. ക്ലിയർ ആയല്ലോ. നീ ജോലിക്ക് തിരിച്ചു കയറിയോ. തേർഡ് സെന്റൻസ് ആണ്, നീ ജോലിക്ക് തിരിച്ചു കയറിയോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം, കയറിയോ. എങ്ങനെ ചോദിക്കാം നമുക്ക്, ആർ യു ബാക്ക്. ആർ യു ബാക്ക്. നീ തിരിച്ചു കയറിയോ. ആർ യു ബാക്ക്. ഇവിടേക്കാണ് തിരിച്ചു കയറിയത്, ജോലിക്കില്ലേ. അപ്പൊ ആർ യു ബാക്ക് ടു വർക്ക്. ആർ യു ബാക്ക് ടു വർക്ക്. അപ്പം നീ ജോലിക്ക് തിരിച്ചു കയറിയോ. ആർ യു ബാക്ക് ടു വർക്ക്. ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ്, നീ ഉണർന്നിരിക്കുകയാണോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം, നീ ഉണർന്നിരിക്കുകയാണോ. ആണോ എങ്ങനെ നമ്മൾ പഠിച്ചത്, ആർ യു. ഓക്കെ, നീ ഉണർന്നിരിക്കുകയാണോ. ആർ യു അവൈക്ക്. ആർ യു അവൈക്ക് എന്ന് ചോദിച്ചാട്ടോ. ആർ യു അവൈക്ക്, നീ ഉണർന്നിരിക്കുകയാണോ. ഞാൻ ഇപ്പൊ ഉണർന്നതേ ഉള്ളൂ. ഇതെങ്ങനെ പറയാം നമുക്ക്, ഐ ജസ്റ്റ് woke up. I just woke up എന്ന് എങ്ങനെ പറയാം, ഐ ജസ്റ്റ് woke up, ഞാൻ ഇപ്പം ഉണർന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ്, ഇത് ആരുടെയെങ്കിലും സീറ്റാണോ. അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ, ഒരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇത് ആരുടെയെങ്കിലും സീറ്റാണോ, ഇത് ആരെങ്കിലും പിടിച്ചു വെച്ച സീറ്റാണോ എന്ന് ചോദിക്കാറില്ലേ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം, ഇസ് ദിസ്, ഇത് ആണോ. ഇസ് ദിസ് ആരുടെയെങ്കിലും, someone's seat, ഇത് ആരുടെയെങ്കിലും സീറ്റ് ആണോ. ഇസ് ദിസ് someone's seat. ഇസ് ദിസ്, ഇത് ആണോ എന്നാണ് കേട്ടോ. ഇസ് ദിസ് യുവേഴ്സ്, ഇത് നിന്റേതാണോ എന്നാണ് കേട്ടോ. ഇസ് ദിസ് ഹർ, ഇത് അവളുതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെയെങ്കിലും സീറ്റ് ആണോ. ഇസ് ദിസ് someone's seat. ഇസ് ദിസ് ഹിസ് സീറ്റ്, ഇത് അവന്റെ സീറ്റ് ആണോ. ഇസ് ദിസ് ഹർ സീറ്റ്, ഇത് അവളുടെ സീറ്റ് ആണോ. ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, നീ ഇത് ചെയ്യണമെന്ന് എനിക്കില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം, നീ ഇത് ചെയ്യണമെന്ന് എനിക്കില്ല. അപ്പൊ എനിക്കില്ല എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നീ ഇത് ചെയ്യണമെന്ന്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് എങ്ങനെ പറയാം നമ്മള്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് അല്ലേ. ഐ ഡോണ്ട് വാണ്ട് അല്ലെങ്കിൽ ഐ ഡു നോട്ട് വാണ്ട്. എങ്ങനെ, ഐ ഡോണ്ട് വാണ്ട്, എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല നീ ഇത് ചെയ്യണമെന്ന്. അപ്പൊ അതെങ്ങനെ പറയാം, നീ ഇത് ചെയ്യണമെന്ന്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഡു ദിസ്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഡു ദിസ്. നീ ഇത് ചെയ്യണമെന്ന് എനിക്കില്ല. ഐ ഡോണ്ട് വാണ്ട് യു ടു ഡു ദിസ്. നെക്സ്റ്റ്, അവൻ പറഞ്ഞത് സത്യാണോ. ഇതെങ്ങനെ പറയാം, അവൻ പറഞ്ഞത് സത്യാണോ. അപ്പൊ ആണോ, ഇസ്. അവൻ എങ്ങനെ പറയാം, ഇസ്. അവൻ പറഞ്ഞത് സത്യമാണോ. ഇസ്. വാട്ട് ഹി സെഡ് അല്ലെങ്കിൽ ടോൾഡ്. ഇസ് വാട്ട് ഹി സെഡ് ട്രൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇസ് വാട്ട് ഹി സെഡ് ട്രൂ. ഇസ് ആണ്. വാട്ട് ഹി സെഡ്, അവൻ എന്താണോ പറഞ്ഞത് അത് സത്യാണോ, ട്രൂ ആണോ. ഇസ് വാട്ട് ഹി സെഡ് ട്രൂ. നെക്സ്റ്റ്, ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടില്ല. ഇതെങ്ങനെ പറയാം, ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഐ
haven't seen, I haven't seen. അപ്പം ഐ ഹാവിൻ സീൻ വെച്ചാൽ എന്താണ്? ഞാൻ കണ്ടിട്ടില്ല. ഹിം, അവനെ. മുമ്പ്, ബിഫോർ. അപ്പം ഐ ഹാവിൻ സീൻ ഹിം ബിഫോർ, ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടില്ല. നെക്സ്റ്റ്, അവൻ എങ്ങനെ ഇത്ര മോശമായ കാര്യം ചെയ്യാൻ കഴിഞ്ഞു? ഇതെങ്ങനെ പറയാം? അവന് എങ്ങനെ ഇത്ര മോശമായ കാര്യം ചെയ്യാൻ കഴിഞ്ഞു? അപ്പൊ എങ്ങനെ അവന് കഴിഞ്ഞു? ഹൗ, എങ്ങനെ. ഹൗ, ഹൗ കുഡ്, കഴിഞ്ഞു. ഹൗ കുഡ് ഹി ഡു, അവൻ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഹൗ കുഡ് ഹി ഡു, അവൻ കുഡ് എന്താണ്? കഴിഞ്ഞു. അപ്പൊ ഹൗ കുഡ് ഹി ഡു, അവൻ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? എങ്ങനെ? ഇത്ര മോശമായ കാര്യമല്ല. അപ്പൊ സച്ച് എ ബാഡ് തിങ്, സച്ച് എ ബാഡ് തിങ്. ഹൗ കുഡ് ഹി ഡു സച്ച് എ ബാഡ് തിങ്, അവൻ എങ്ങനെ ഇത്ര മോശമായ കാര്യം ചെയ്യാൻ കഴിഞ്ഞു? എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ പറയാം? ഐ ഇപ്പോഴും, സ്റ്റിൽ, ഐ സ്റ്റിൽ കാൺറ്റ് ബിലീവ്, കാണ്ട് കഴിയില്ല, കഴിയുന്നില്ല. ഐ സ്റ്റിൽ കാൺറ്റ് ബിലീവ് ഇറ്റ്, എനിക്ക് ഇപ്പോഴും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ കാൺറ്റ് സ്റ്റിൽ ബിലീവ് ഇറ്റ്. നെക്സ്റ്റ്, നിങ്ങൾ ഇവിടെ പുതിയതാണോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? നിങ്ങൾ ഇവിടെ പുതിയ താമസക്കാരാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? നിങ്ങൾ ഇവിടെ പുതിയതാണോ? ആണോ? ആർ യു ന്യൂ ഹിയർ? ആർ യു ന്യൂ ഹിയർ? നിങ്ങൾ ഇവിടെ പുതിയതാണോ ഇത്ര എളുപ്പം ചോദിക്കാം അല്ലേ? ആർ യു ന്യൂ ഹിയർ? നിങ്ങൾ ഇവിടെ പുതിയതാണോ? നീ അത് ചെയ്യണം, നീ അത് ചെയ്യണം. എങ്ങനെ നമുക്ക് പറയാം? യു ഷുഡ് ഡു, യു ഷുഡ് ഡു ഇറ്റ്, നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ദാറ്റ്, നീ അത് ചെയ്യണം. നീ എന്താ അവളെ ഇവിടെ വരാൻ സമ്മതിക്കാഞ്ഞത്? എങ്ങനെ നമുക്ക് പറയാം? നീ എന്താ അവള് ഇവിടെ വരാൻ സമ്മതിക്കാഞ്ഞത്? എങ്ങനെ പറയാമെന്ന് ആലോചിച്ച് നോക്കേ. എന്താ അല്ലെങ്കിൽ എന്തുകൊണ്ടാ എന്നൊക്കെ എങ്ങനെ നമ്മൾ പറയാം? വൈ എന്നാണ് അല്ലേ? അപ്പൊ വൈ ചെയ്യാഞ്ഞത് എന്നല്ലേ? അപ്പൊ വൈ ഡിഡിൻറ്റ് യു, അനുവദിക്ക, ലെറ്റ്. വൈ ഡിഡിൻറ്റ് യു ലെറ്റ്, നീ എന്താ സമ്മതിക്കാഞ്ഞത് അവളെ? അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? വൈ ഡിഡിൻറ്റ് യു let her, why didn't you let her ഇവിടെ വരാൻ? come here, why didn't you let her come here, എന്താ അവൾ ഇവിടെ വരാൻ നീ സമ്മതിക്കാഞ്ഞത്? why didn't you let her come here. എനിക്കത് പ്രയാസമാണ്. ഇതെങ്ങനെ പറയാം? എനിക്കത് പ്രയാസമാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറയാം? it's difficult for me, it's difficult, അത് പ്രയാസമാണ്. for me, എനിക്ക്. is difficult for me. ലാസ്റ്റ് 2 സെന്റൻസും കൂടെ കേട്ടോ. ഞങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടെ പോകും. ഇതെങ്ങനെ പറയാം? ഞങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടെ പോകും. അപ്പൊ ഞങ്ങൾ അവിടെ പോകും എങ്ങനെ പറയാം നമുക്ക്? we will go, we will go, അവിടെ. we will go there, we will go there, ഞങ്ങൾ അവിടെ പോകും. എപ്പോ? ഞങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോ കേട്ടോ. അപ്പൊ we will go there when we have free time, when we have free time. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടെ പോകും. we will go there when we have free time, when we have free time, ഞങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ. എപ്പോഴാണോ ഞങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാകുന്നത് അതാണ് when കേട്ടോ. when we have free time, എപ്പോഴാണോ ഫ്രീ ടൈം ഉണ്ടാകുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ പോകും. നീ എപ്പോഴാണ് പോകുന്നതെന്ന് എനിക്കറിയണം. ഇതെങ്ങനെ പറയാം? എനിക്കറിയണം എന്ന് വെച്ചാല് എനിക്കത് അറിയാനുള്ള ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. എങ്ങനെ പറയാം? ഐ വാണ്ട് ടു നോ, എനിക്കത് അറിയണം. ഐ വാണ്ട് ടു നോ when, എപ്പോൾ നീ പോകുന്നത്. when you are going, നീ എപ്പോഴാണ് പോകുന്നത് എന്ന് എനിക്കറിയണം. ഐ വാണ്ട് ടു നോ when you are going, നീ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയണം. ഐ വാണ്ട് ടു നോ when you are coming. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പം നമ്മൾ ഇന്നൊരു 10-20 സെന്റൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സെൻറ്റൻസ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ സെൻറ്റൻസുകൾ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ടോക്കിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.